ഇവിടെ നേരെ അങ്ങ് ഊട്ടിക്ക് പോയാലോ? താഴേക്ക് എന്നാ തൂക്ക് കുഴിയാന്ന് നോക്കി. ആ അതേ കാട്ടുപോത്ത് നിൽക്കുന്നു. അയ്യോ എന്നാ പോകാന്ന് നോക്കി. ഇതുണ്ടോ? ഇതാണ് റാക്ക് ആൻഡ് പിനിയൻ ടെക്നോളജി. എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് നീലഗിരിയിലെ മറ്റൊരു ഹിൽ സ്റ്റേഷനായ കൂനൂരിനടുത്തുള്ള സലാസിലാണ്. ഇന്നലെ നമ്മളിവിടെ ഈ റോഡ് സൈഡിൽ വണ്ടിയൊക്കെ ഒതുക്കിയിട്ടാണ് കിടന്നുറങ്ങിയത്. മയിൽ കരയുന്ന കേട്ടോ. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ മൃഗങ്ങളുണ്ട്, എല്ലാ മൃഗങ്ങളും വരും. അപ്പോൾ ഇന്ന് നമുക്ക് കൂനൂരിൻ്റെ സൗന്ദര്യങ്ങളൊക്കെ ആസ്വദിക്കാം. അപ്പോൾ നമ്മുടെ ഡ്രൈവർ അതേ റെഡിയായിട്ടിരിക്കുക. അതെ പോയേക്കാം, വണ്ടി എടുക്കുക. ആ ഊട്ടിക്കും മേട്ടുപ്പാളയത്തിനും ഇടയിലുള്ള മനോഹരമായ ഒരു ഹിൽ സ്റ്റേഷനാണ് കൂനൂര്. ഇവിടെ പ്രധാനമായിട്ട് കാണാനുള്ള സിംസ് പാർക്ക്, ലാംസ് റോക്ക്, പിന്നെ ഡോൾഫിൻ നോസ്, ഇതൊക്കെ വ്യൂ പോയിന്റുകളാണ് ഈ രണ്ടെണ്ണം. പിന്നെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച കുറേ ബിൽഡിങ്ങുകളും പള്ളികളും ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ ആണ് നീലഗിരി മൗണ്ടൻ റെയിൽവേയുടെ ടോയ് ട്രെയിൻ യാത്ര. അപ്പം മേട്ടുപ്പാളയത്ത് നിന്ന് കൂനൂർ വരെ സ്റ്റീം എഞ്ചിൻ റൈഡും ഉണ്ട്. അത് തന്നെയല്ല, ഈ കൂനൂരിലെ റെയിൽവേ സ്റ്റേഷൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴയ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ്. അതെ, കൂനൂര് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ഒരു 6000 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഊട്ടി ഒരു 7350 ഫീറ്റ്. ഈ സ്ഥലപ്പേരാണ് കരുമ്പാലം. ഇവിടെ എല്ലാം സ്ഥലപ്പേരുകളെല്ലാം ഭയങ്കര വ്യത്യസ്തമായ പേരുകളാണ്. അതുപോലെ തന്നെ ഉണ്ടല്ലോ ബ്രിട്ടീഷ് സ്റ്റൈലിലുള്ള പേരുകളും ഉണ്ട് ഒത്തിരി. അതെ, കുറെ ബ്രിട്ടീഷ് സ്റ്റൈൽ പേരുകളുണ്ട്. ആ ഓട്ടോയെ കണ്ടോ? പഴയ ഒരു ടേപ്പ് റെക്കോർഡർ ഇരിക്കുന്നുണ്ടോ? ആ ടേപ്പ് റെക്കോർഡർ നമുക്ക് മേടിച്ചിട്ടുണ്ടായില്ല. അത് ചോദിക്കാൻ ഒരാൾ പോയിട്ടുണ്ട്. പേർഷ്യന്നാ വർക്കിംഗ് ആണോ? കണ്ടോ, നാഷണൽ പാനാസോണിക് ഇതേ സെയിം ഒരെണ്ണം നമുക്ക് റെക്കോർഡ് ചെയ്യാനും പറ്റത്തില്ല, വർക്കും ആകത്തില്ല. എന്നാ വില ഏടാ? കാശൊന്നും നോക്കില്ല, 10,000-20,000 രൂപ കൊടുക്കും. ഇവിടെ ഇരിക്കുന്നത് എറിഞ്ഞു കൊടുത്തു. എത്ര? 20,000? 200 ചോദിക്കുക. എന്റെ കടയിലെ സാധനം ഇത് പഴപ്പൊരുളെടുക്കുന്നത് കടയണ്ട. രാവിലെ എല്ലാരും പണിക്ക് പോകാൻ വന്നിരിക്കുവാന്ന് തോന്നുന്നു. വളവുകൾ തീരുന്നില്ല. ഇങ്ങോട്ടൊക്കെ നോക്കിക്കണം കേട്ടോ. ഇന്നലത്തെ പോലെ കാട്ടുപോത്തിനെയൊക്കെ കാണാം. കാട്ടുപോത്തൊക്കെ വൈകുന്നേരമാണ് കൂടുതൽ ഇറങ്ങുന്നതെന്ന് തോന്നുന്നു കേട്ടോ. പുത്തേ ട്രാവൽ വ്ലോഗിന്റെ നീലഗിരി ഡേയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാട്ടുപോത്ത് ഉച്ച കഴിഞ്ഞ് ഇറങ്ങുള്ളൂ എന്ന് പറഞ്ഞു. അതേ നിൽക്കുന്നു. ഒരാൾ ഒറ്റയ്ക്കാട്ടോ, ഒറ്റയാണ്. നിങ്ങളെ കാശ് മുടക്കി ജലജാപ്പറയില് കാശിരംഗയിലും എല്ലാം പോയി, ഒറ്റ കാട്ടുപോത്തിനെ ഒട്ടി എലിയെ പോലും കണ്ടില്ല. അതെയല്ലേ ഈ നമ്മുടെ ഇത്ര അടുത്ത് അത് ചുമ്മാ റോഡ് സൈഡിൽ നിൽക്കുക. നമ്മൾ ഇതിനൊന്നും തപ്പിപ്പോലും പോകണ്ട. രാവിലെ ചായ കുടിക്കാൻ ഇറങ്ങിയതാ. അതാ തേയില കഴിച്ചോണ്ടിരിക്കുന്നത്. നമ്മുടെ നീലഗിരി മൗണ്ടൻ റെയിൽവേ ഇതുവഴി പോകുന്നുണ്ടോ? അല്ലെ ട്രെയിനും വരുന്നുണ്ടോ നോക്കാം. ഓ ഒരു നോക്കി, അങ്ങോട്ട് നോക്കി. ആ സൈഡ് കണ്ടോ? അവിടെ കോടയുണ്ട് കേട്ടോ, അവിടെ തണുപ്പുണ്ട്. അയ്യോ ഇപ്പൊ ഒരു ട്രെയിൻ വരുമായിരുന്നു, നല്ലതായിരുന്നു അല്ലേ? ഒരു ബസ് വരുന്നുണ്ട്, ട്രെയിൻ വന്നില്ലേലും. കണ്ടോ വഴി കണ്ടോ? നല്ല രസമല്ലേ? എല്ലായിടത്തും കച്ചേസ് വണ്ടിയാ, ചെറിയ വണ്ടിയാ. അതിപ്പോ അതിലേ ഇങ്ങനെ വളഞ്ഞു വരും. കണ്ടോ ബസ് വരുന്നു? അതിന്റെ ഓണ് കേട്ടോ. ട്രെയിനിന് മറ്റേ ടോയ് ട്രെയിനിനുള്ള ഓണം ഇതുപോലെ ഈ സൗണ്ടാ. ട്രെയിൻ വരുന്ന സമയത്ത് ഇവിടെ നിൽക്കണം. നല്ല രസമല്ലേ? കണ്ടോ ആ ബസ്സിലെ കയറി വന്നു. ഞാൻ നോൺ സച്ചോ? നോൺ സച്ച് 5 കിലോമീറ്റർ അവിടെ നിന്ന് വരുന്നതാണ് ബസ്. ബെങ്കം അതിന്റെ ഓണ് കേട്ടോ. ബെങ്കം ചെവി അടിച്ചു എന്താണ് നമ്മൾ വന്നത്? ഇതേ വിറവായിട്ട് വരുന്ന വണ്ടിയാ. ഇത് ഇങ്ങോട്ട് പാഴ്ത്തടിയാ, കത്തിക്കാൻ വേണ്ടിട്ടാ. എവിടെ താമസിക്കുന്നത്? ഞാൻ കോയമ്പത്തൂരാണ്. കോയമ്പത്തൂരാ. ഞാൻ നിങ്ങളുടെ വീഡിയോ വൈഫും വീഡിയോ ഞാൻ എപ്പോഴും കാണാറുണ്ട്. പേരെന്നാ? എന്റെ പേര് ശിവപ്രസാദ്. സെറ്റിലായിട്ട് കൃപ. ഞങ്ങളൊക്കെ കോഴിക്കോടാണ്. കോഴിക്കോടാ? അല്ല ഞങ്ങൾ ഇനി വീട്ടിലോട്ട് പോയി. ഞങ്ങൾ ഊട്ടി ഇറങ്ങാൻ വന്നായിരുന്നു. 3-4 ദിവസമായി. നല്ല സ്ഥലമാണിത്. അതെ, നല്ല സ്ഥലമാ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും, ചെടികളെ നോക്കാനും പക്ഷികളെ നോക്കാനൊക്കെ. പക്ഷി നിരീക്ഷണവും അല്ലേ? നമ്മളെ ഈ കാണുന്ന മലയ്ക്ക് അപ്പുറം അട്ടപ്പാടിയാ, കേരളമാണ്. ആണോ? ആ അതിലെ പോവാം. ഇതുവഴി പോവാ അല്ലേ? ഇത് ഈ വഴിയല്ല, വേറെ വഴി. അങ്ങനെ മണ്ണാർക്കാടോ പാലക്കാടോ നിലമ്പൂരൊക്കെ പോവാം. വേറെ ഇനിയും നമുക്ക് നമ്മുടെ സ്റ്റാലിനും കൊണ്ടുവരാം, തോക്കുമാരന്റെ വണ്ടിയും കൊണ്ടുവരാം. ഇതിലൊക്കെ ഒരുപാട് ഏരിയ ഉണ്ട്, കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഒന്നും കണ്ടില്ല നമ്മള്, ഒന്നും ആയില്ല. കാട്ടേരി, സ്ഥലപ്പേര് കാട്ടേരി. ആ വണ്ടിയിലെ ലോഡ് അത് ക്യാരറ്റാന്ന് തോന്നുന്നല്ലേ? ക്യാരറ്റ് ആയിരിക്കും. ഇതൊരു വ്യൂ പോയിന്റ് ആട്ടോ. ഇതുണ്ട്, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്കാസുരനോ? പക്കാസുരൻ ഹിൽ വ്യൂ പോയിന്റ്. നമുക്ക് ഒരു പ്രാവശ്യം അട്ടപ്പാടിയിൽ നിന്ന് ഇതുവഴി ഇങ്ങ് പോന്നാ മതി, ഇങ്ങോട്ട് വന്നാൽ. ഒന്നെങ്കിൽ അതിലേ വരാം, അതിലേ അങ്ങനെ വരാമോന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോവാം.
ആ അതെ, അങ്ങോട്ട് നോക്കിയേ, മഞ്ഞുണ്ടോ? ഇപ്പം ഊട്ടി വന്നിട്ട് അധികം കോട കണ്ടില്ലായിരുന്നു. അതെ അതെ. ആ മരങ്ങളൊന്നും കളയാതെ റോഡ് പണിതേക്കുന്നത്. പണ്ട് ചെറിയ റോഡല്ലായിരുന്നോ? ആ പക്ഷെ രസമുണ്ട് കാണാൻ, ഇത് നല്ലതല്ലേ ഇങ്ങനെ. ഇപ്പോൾ നമ്മൾ കൂനൂർ അടുക്കറായി. 1 കിലോമീറ്റർ കൂടെ ഉള്ളു കൂനൂർ. ഈ മരങ്ങൾക്കൊക്കെ ഒത്തിരി പ്രായം കാണും. ഒത്തിരി വർഷത്തെ പഴക്കമുണ്ട്. നോക്കി അതിന് വണ്ണം കണ്ടോ? അതല്ലേ ആദ്യം ഇപ്പോഴും ഓടുന്നുണ്ട് കേട്ടോ. ഇതാ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ പാളത്തിന്റെ നടുക്കൂടെ ഒരു ഇതുണ്ടെന്ന്. അതിനാ റാക്ക് ആൻഡ് പിനിയൻ ടെക്നോളജി. അപ്പൊ ഇതുണ്ടോ, അതുണ്ടോ നടുക്കൂടെ കണ്ടോ? പാളത്തിന്റെ നടുക്കൂടെ പോകുന്നുണ്ടോ ഒരു പൽചക്രം പോലെ കയറ്റം കയറാൻ വേണ്ടി ഇങ്ങനെ. അപ്പൊ ഇതേപോലെ തന്നെ ട്രെയിനിന്റെ സെന്ററിലും ഉണ്ട് ഒരു പൽചക്രം ഉണ്ടാവും. അത് ഇതേലും ഇങ്ങനെ പിടിച്ചാണ് കയറ്റം കയറി പോകുന്നത്. അല്ലെ ഓൾട്ടർനേറ്റീവ് ബൈറ്റിംഗ് ടെക്നോളജി എന്ന് പറയും. അപ്പോൾ നമ്മൾ നീലഗിരി മൗണ്ടൻ റെയിൽവേയുടെ പ്രധാന സ്റ്റേഷനായ ഒരു കൂനൂരിലെത്തി. കൂനൂർ റെയിൽവേ സ്റ്റേഷൻ. അതെ. അപ്പോൾ ഞങ്ങൾ വണ്ടി കുറച്ച് താഴെ ഒതുക്കിയേക്കുന്നത്. നമുക്കിനി ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ കയറി ട്രെയിനൊക്കെ കാണാം. ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിത റെയിൽവേ സ്റ്റേഷൻ ഇത്. ഇതുകൊണ്ട് കല്ല് കെട്ടിയേക്കുന്നുണ്ട് ബിൽഡിങ്ങുകളൊക്കെ. അതുകൊണ്ട് നല്ല പഴമ തോന്നിക്കും അല്ലേ? നല്ലതല്ലേ? നല്ല ഇത്ര വർഷം പഴക്കമുള്ള റെയിൽവേ സ്റ്റേഷൻ അല്ലേ? ഇവിടെ ഒക്കെ ഷീറ്റാക്കി ഇതൊക്കെ പുതുക്കിപ്പണിതാ. ഇവിടെ ഒന്ന് നേരെ അങ്ങ് ഊട്ടിക്ക് പോയാലോ? എടുത്തോണ്ട് പോക്കോ. സ്റ്റാർട്ട് ചെയ്തു. ഓണുണ്ടോ? ഓണം നമ്മുടെ ജീപ്പായാലും ഒക്കെ വെക്കുന്ന സൈസ് ഓണാണല്ലോ ഇരിക്കുന്നത്. ലൈറ്റ്. നീൽഗിരി മൗണ്ടൈൻ റെയിൽവേയുടെ അണ്ടറിലാണ് ഈ ടോയ് ട്രെയിൻ ഓടുന്നത് ഇപ്പം. അപ്പം ഇതൊരു 127 വർഷം പഴക്കമുള്ള ഒരു എഞ്ചിനീയറിംഗ് മാർവലാണ്. ഓ, ബ്രിട്ടീഷുകാരുടെ കാലത്ത് തുടങ്ങിയതാ. പണ്ട് തൊട്ടേ ഉള്ള. ഇതിനടിയിൽ കണ്ടോ ആ നടുക്കത്തെ ഒരു ചെയിൻ പോലെ കണ്ടില്ലേ? അതിൽ പിടിക്കുന്ന സാധനമാണ്. അത് കണ്ടോ? അതെല്ലാം ഇങ്ങനെ പിടിച്ചാണ് കയറ്റം കയറുന്നത്. അപ്പൊ അതേപോലെ തന്നെ ട്രാക്കിലും അത് പിടിക്കാൻ ഒരു സാധനം ഉണ്ട്. സൈക്കിൾ ചെയിൻ പോലെ അത്രേ ഉള്ളൂ. റോക്ക് ആൻഡ് പിനിയൻ ടെക്നോളജി. അത് തന്നെ. അപ്പൊ അത് പിടിച്ചാണ് കയറ്റം കയറി വരുന്നത്. അല്ലെങ്കിൽ ഇത് സ്ലിപ്പായി പോവല്ലേ? ടയറിന് വേറെ ഇതൊന്നും ഇല്ലല്ലോ. ഈ പാളമായിട്ട് വേറെ ഗ്രിപ്പ് കിട്ടാനുള്ള ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അതിൽ പിടിച്ചാണ് കയറ്റം കയറുന്നത്. നമ്മളിപ്പോൾ വഴി കണ്ട ട്രെയിൻ രാവിലെ ഒരു 7 മണി 7:10 മേട്ടുപ്പാളയത്ത് നിന്ന് എത്തി 10:30 ഇവിടെ കൂനൂർ വരുന്ന ട്രെയിനാണ്. അപ്പം ഇനിയിപ്പോൾ ഇവിടുന്ന് സ്റ്റീം എഞ്ചിൻ മാറി ഡീസൽ എഞ്ചിനാണ് ഇവിടുന്ന് ഊട്ടിക്ക് പോകുന്നത്. അപ്പോൾ ഇനി തിരിച്ച് ഇവിടുന്ന് മേട്ടുപ്പാളയത്തിന് വൈകുന്നേരം ഒരു 3 മണിയാകുമ്പോൾ ട്രെയിനുണ്ട്. അത് സ്റ്റീം എഞ്ചിനാണ്. ഇനി സ്റ്റീം എഞ്ചിൻ കാണാൻ ഉച്ച കഴിഞ്ഞാൽ പറ്റുള്ളൂ. സ്റ്റീം എഞ്ചിൻ കാണണമെങ്കിൽ ഉച്ച കഴിഞ്ഞാൽ പറ്റത്തുള്ളൂ. അല്ലാണ്ട് ഇടയ്ക്ക് കിട്ടി. എന്തായാലും ഇടയ്ക്ക് ഡീസൽ എഞ്ചിൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. സ്റ്റീം എഞ്ചിൻ ആ സമയത്തുള്ളൂ. സതേൺ റെയിൽവേ സേലം ഡിവിഷൻ. ഈ ട്രെയിൻ 1920 ബിൽറ്റ് ചെയ്ത. ഇതിവിടെ ഇങ്ങനെ ഒരു റയർ പീസ് ആയിട്ട് ഇങ്ങനെ വെച്ചേക്കാം. ഇത് ഓട്ടം നിർത്തിയത് 1998. അതുവരെ റണ്ണിങ് ആയിരുന്നു. 20 തൊട്ട് 98 വരെ ഓടിയല്ലേ? 78 വയസ്സ് വരെ. നമ്മൾ ഡാർജിലിംഗ് കണ്ട പോലുള്ള ട്രെയിൻ അല്ലേ? ചെറിയ വ്യത്യാസമുണ്ട്. അതിലും കുറച്ചുകൂടെ വലിപ്പമുണ്ട് എനിക്ക് ക്യാബിന്. ഈ ട്രെയിനിന്റെ ഹെഡ്ലൈറ്റിന്റെ വലിപ്പം കണ്ടോ? അതന്നെ വലുതാ. ഇത് ഊട്ടി പോകുന്ന ട്രെയിൻ. കൂനൂർ ഊട്ടി. ഇതാ ഇപ്പൊ മേട്ടുപ്പാളയത്ത് നിന്ന് വന്ന ട്രെയിൻ. ഇവിടെ വരെ ഡീസൽ എഞ്ചിൻ അല്ല, ആവി എഞ്ചിൻ ആയിരുന്നു. ഇവിടുന്ന് ഡീസൽ എഞ്ചിനാണ്. എഞ്ചിൻ ബാക്കിലാ. തള്ളിക്കയറ്റാണോ പറയുന്നത്? അതെ, അതന്നെ തള്ളിക്കൊണ്ട് പോകും. ട്രെയിനിന്റെ ഡ്രൈവറെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായത് അവിടെ കിടന്ന ട്രെയിൻ തന്നെ ഇതെന്ന്. അത് തന്നെയാ. അത് പ്ലാറ്റ്ഫോമിലേക്ക് ഇറക്കി ഇടുന്ന ആ ലൈൻ അവിടെ വരെ ഉള്ളൂ. ഇതാണ് മെയിൻ ലൈൻ. അങ്ങോട്ട് പോയാൽ മേട്ടുപ്പാളയം, നേരെ ഇങ്ങോട്ട് പോയാൽ ഊട്ടി. സ്റ്റീം ലോക്കോമോട്ടീവ് ഷെഡ്, നീൽഗിരി മൗണ്ടൈൻ റെയിൽവേ, കുന്നൂർ.
നീൽഗിരി മൗണ്ടൻ റെയിൽവേ സ്റ്റീം ലോക്കോ ഷെഡ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. നമ്മൾ ഡാർജിലിംഗിനൊക്കെ കണ്ടതിനേക്കാളും സെറ്റപ്പ് അല്ലേ ഇവിടുത്തെ ലോക്കോ ഷെഡ്? ലോക്കോ ഷെഡ് തന്നെയല്ല, ഈ ട്രെയിനും അതിലും ഇച്ചിരി നല്ല മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് നല്ലപോലെ. ഇത് സ്റ്റീം എഞ്ചിൻ കുറെ ട്രെയിനുകളുണ്ട് കേട്ടോ, എഞ്ചിനുകളുണ്ട്. 1, 2 ഇവിടെ തന്നെ ഇപ്പം 3 ഉണ്ട്. അത് തന്നെയല്ലേ ഇതുണ്ടല്ലോ, ഇപ്പൊ നമ്മള് അവിടെ ഡാർജിലിംഗിൽ കണ്ട ലോക്കോ ഷെഡൊക്കെ ഭയങ്കര ചെറുതായിരുന്നു, പക്ഷെ ഇത് നല്ല വലിയ ഷെഡാ. ഇത് കാണാൻ നല്ല രസമല്ലേ, നല്ല ഭംഗിയല്ലേ. ഇവിടെ അഴിക്കുക, ഫ്രണ്ട് അഴിക്കുക. അവിടെ കൽക്കരി ഇടുന്നിടമൊക്കെ ചുമ്മാ തുറന്നു കിടക്കുക, അടപ്പൊന്നുമില്ല അതല്ലേ അവിടുത്തെ. ഡാർജിലിംഗിലെ ഇവിടത്തെ ഇച്ചിരി നല്ല മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് ലോക്കോ ഷെഡിലേക്ക് കൊണ്ടുവന്നിടുക. ഇത് ഡീസൽ എഞ്ചിനാ. നമ്മുടെ ചെയിൻ ബ്ലോക്ക് ഒക്കെ ഇല്ലേ ഇങ്ങനെ വെയിറ്റ് എടുക്കുന്ന എഞ്ചിനൊക്കെ ഇറങ്ങുന്നത് എന്ന് പറഞ്ഞ പോലെ എന്തോ അതുണ്ടോ അവിടെ നിന്ന് കറങ്ങുന്നത്, അതുകൊണ്ടോ അതിന് ചോട് കണ്ടോ. ഇതിങ്ങനെ ഇതിപ്പോ ഇങ്ങോട്ടല്ലേ വെച്ചേക്കുന്നത്, ഇത് ഇനി അങ്ങോട്ട് നീക്കാം. അപ്പൊ ഇതിന്റെ വില എഞ്ചിനൊക്കെ പണിയണമെങ്കിൽ ഇറക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഇതേലെ ഇങ്ങനെ കൊളുത്തി ഇങ്ങനെ എടുത്ത് ഇറക്കിയെടുക്കും. അതെ സ്റ്റീം എഞ്ചിൻ വരുന്നുണ്ട്. മിക്കവാറും ഇതായിരിക്കും 3 മണിക്ക് പോകാനുള്ള ട്രെയിൻ. ഇതിനധികം സൗണ്ട് ഒന്നും ഇല്ലല്ലോ. അത് ലെവലിൽ കൂടെ പോകുന്നോണ്ടാ. ഇത് കൊള്ളാം, പക്ഷെ മറ്റേ അവിടെ അങ്ങനെയല്ല അല്ലേ, അവിടെ ഇങ്ങനെയല്ല ട്രെയിൻ. ഡാർജിലിംഗിലെ വ്യത്യാസമുണ്ട്. 1854 ഈ നീൽഗിരി റെയിൽവേയുടെ പ്ലാൻ വരുന്നത്. എന്നിട്ട് 1899 മേട്ടുപ്പാളയത്ത് നിന്ന് കൂനൂർ വരെ ആദ്യത്തെ ഫസ്റ്റ് സെക്ഷൻ ഓപ്പൺ ആവുന്നത്. 1908 കൂനൂരിൽ നിന്നും ഊട്ടിയിലേക്കുള്ള ലൈൻ പണിയുന്നതും ഓപ്പൺ ആവുന്നതെന്ന്. പിന്നീട് 2005 ഇതൊരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഇത് ടോയ് ട്രെയിൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ നീൽഗിരി മൗണ്ടൻ റെയിൽവേ മേട്ടുപ്പാളയത്ത് നിന്ന് ഊട്ടി വരെയാണ്, ഏകദേശം 46 കിലോമീറ്റർ. അതെ. അപ്പോൾ മേട്ടുപ്പാളയത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 1030 ഫീറ്റാണ്. അതിൽ നിന്ന് ഊട്ടിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 7350 ഫീറ്റാണ്. അപ്പോൾ അത്രയും കയറ്റം കയറുന്നുണ്ട്. അതെ. അപ്പോൾ ഈ റെയിൽവേ റൂട്ടിലൊരു 16 ടണലുകളുണ്ട്, 250 പാലം, പിന്നെ 208 വളവുകളുണ്ട്. ഇത്രയും പാലങ്ങളൊക്കെ കയറി ഇത് പോകുന്നത്. പാലങ്ങൾ ഈ മലയും കയറിയല്ലേ വരുന്നത്. ഏകദേശം 6300 അടി ഹൈറ്റിലേക്ക് പൊക്കത്തിലേക്ക് കയറി വരുന്നത്. എന്ന് പറഞ്ഞാൽ 1000-6300 അടി ഹൈറ്റ് 7300-ലേക്കാണ് വരുന്നത്. പിന്നുണ്ടല്ലോ നമ്മൾ വരുമ്പോൾ കണ്ടില്ലേ പാലം കണ്ടില്ലായിരുന്നു അപ്പുറത്ത്. അതുപോലെ കുറെ പാലങ്ങൾ ക്രോസ് ചെയ്യുന്നുണ്ട്. അതുപോലെ വ്യൂ പോയിന്റുകളൊക്കെ ഉണ്ട് അതിന്റെ. നല്ല അടിപൊളി ഒരു യാത്രയായിരിക്കും ഇതിലൊന്നും വരുന്നത് അല്ലേ. റെയിൽവേ സ്റ്റേഷനിൽ ഇഷ്ടംപോലെ പെയിന്റിങ്ങുകളൊക്കെ ഉണ്ട്. അത് ഇവിടുത്തെ വനത്തിലുള്ള മൃഗങ്ങളുടെ പെയിന്റിങ്സ് അവിടത്തേക്ക്, ആനയും പോത്തും പുലിയും കടുവയും. ഈ റെയിൽവേ സ്റ്റേഷൻ പണിതിന് 100 വർഷമായതിൻ്റെ സെൻറ്റിനറി ഇയർ കൂർണൂർ റെയിൽവേ സ്റ്റേഷൻ 1897 1997 100 വർഷം കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷൻ പണിതിട്ട്. ഇപ്പം 129 വർഷമായി. ഈ ട്രെയിൻ ഇപ്പോഴേ ഊട്ടിക്ക് പോകാൻ കിടക്കുന്ന ട്രെയിനാണ്. ഇതിൻ്റെ ശരിക്കും ഇത് അങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഊട്ടിക്ക് അങ്ങോട്ട് ചെറിയ സ്ലോപ്പായിട്ടുള്ള ചെറിയ കയറ്റമാണ്. അതുകൊണ്ടാണ് മുമ്പ് നമ്മൾ പോകുന്നത് കണ്ടില്ലേ, എൻജിൻ ഇതിൻ്റെ ബാക്കിലാണ്. ഇപ്പം ബാക്കിൽ നിന്ന് ഇങ്ങനെ തള്ളിക്കൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത്. ഇങ്ങോട്ട് വരുമ്പം എൻജിൻ ഫ്രണ്ടിൽ തന്നെയാണ്. ഇതുണ്ട്, ഇത് 2 വാട്ടർ ടാങ്കാണ് ആ നീല കളർ അടിച്ചേക്കുന്നത്. അത് ഈ ആവി എൻജിൻ ട്രെയിനേൽ വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റീം എൻജിനേൽ ഉണ്ട്. അത് എവിടെയായിട്ട് കൊണ്ട് നിർത്തുമ്പോൾ അതിൽ നിന്ന് വെള്ളം നിറയ്ക്കും. അപ്പോൾ വേണേൽ നമുക്ക് ഇവിടുന്ന് കൂനൂരിന് ട്രെയിനിൽ കയറി ഊട്ടിക്ക് പോകാമായിരുന്നു. അപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു, ടിക്കറ്റൊക്കെ കിട്ടുമായിരുന്നു. പക്ഷെ നമ്മുടെ സമയമില്ല. അതെ, ഇനി നമുക്ക് മേട്ടുപ്പാളയത്ത് നിന്ന് ഊട്ടിക്ക് വരാം ഒരു ട്രിപ്പ്. വണ്ടി ഉണ്ട് മേട്ടുപ്പാളയത്ത് ഇട്ടിട്ട് ട്രെയിനിൽ കയറി ഊട്ടിക്ക് വരിക, തിരിച്ചു പോവാം. ഇതിന്റെ ഡീസൽ ടാങ്ക് ഉണ്ടോ? 3000 ലിറ്റർ ഡീസലേ ഉള്ളൂ. അതിൽ ഗേജ് കണ്ടോ, ഓരോന്നിന്റെ അളവ് അതിനകത്ത് അറിയാം. നമ്മുടെ വണ്ടിയിൽ ഇങ്ങനെ ഒരെണ്ണം പിടിപ്പിക്കായിരുന്നു. നമ്മുടെ വണ്ടി അതിന്റെ ആവശ്യം ഉണ്ടാവാ. അകത്തിരുന്ന മീറ്ററെ നോക്കി അറിയത്തില്ലേ, ആ ഡ്രൈവർ കയറി പോവാ. ഗവൺമെന്റ് റെയിൽവേ പോലീസ് കൂനൂർ ഔട്ട് പോസ്റ്റ്, റെയിൽവേ പോലീസിന്റെ ഔട്ട് പോസ്റ്റ് ചെയ്ത് ചാരുബെഞ്ച് കണ്ടോ, നല്ല തടിയുടെ വർക്ക് ചെയ്ത നല്ല ചാരു ബെഞ്ചോ, ചാരി ഇരിക്കുന്ന ബെഞ്ച് അങ്ങനെ കസേരയെന്ന് പറയാം. സെറ്റ് ചെയ്ത് അപ്പോഴേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ. ഇന്ന് 6 പേരോട് 5 ഐറ്റം ഓർഡർ ചെയ്തേ. മസാല ദോശ, നല്ല പാലപ്പം, ഇഡലി, പൊറോട്ട, ഞാൻ പൊടിദോശ ഓർഡർ ചെയ്തേ. പിന്നെ ഇതേ ഉഴുന്നുവട, ചട്നി, നല്ല അടിപൊളി അപ്പമാണ്, നല്ല അപ്പമാണ്. അപ്പോൾ അതെ 4 കോഫിയും വന്നിട്ടുണ്ട്. അപ്പോൾ കാപ്പിപ്പൊടിയൊക്കെ കഴിഞ്ഞു. നമ്മൾ ഇനി ഇവിടുന്ന് ഒരു ചെറിയൊരു വ്യൂ പോയിന്റ് കാണാൻ പോവാം, ഡോൾഫിൻ നോസിലേക്ക്. കൂനൂർ ടൗൺ ആണ് ഈ കാണുന്നതെല്ലാം, കൂനൂരിൻ്റെ ഭാഗങ്ങളിലാണ്. ഇത് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ്, ചെറിയൊരു ബസ് സ്റ്റാൻഡ്. നോക്കി എല്ലാം ചെറിയ വണ്ടികളാണ്, കട്ട്ചേസ് വണ്ടികളാണ് കിടക്കുന്നതെല്ലാം.
ഇവിടെ എല്ലാം വളവും തിരിവും ഹിൽസ് അല്ലേ, മലമ്പ്രദേശം ആയതുകൊണ്ട് അങ്ങോട്ടെല്ലാം ഓടാൻ വേണ്ടിയിട്ടായി ചെറിയ വണ്ടി ഇട്ടേക്കും. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് കൂനൂർ. സ്റ്റാൻഡിനകത്തൂടെ കയറിയാണ് ഈ റോഡ് പോകുന്നത്. കോത്തഗിരി, എസ് കൈകാട്ടി, തൂനേരി, കീഴ് കോത്തഗിരി. ഇതെല്ലാം ലോറി സ്റ്റാൻഡാണ്. ലോറി, പിക്കപ്പ് ഒക്കെ പാർക്കിങ്ങാണ്. അപ്പോൾ നമ്മൾ വണ്ടി അവിടെ ഒതുക്കി ഒരിടത്ത് പാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ കാറയിലാണ് അങ്ങോട്ട് പോകുന്നത്. ഇതാകുമ്പം എളുപ്പമുണ്ട്, പെട്ടെന്ന് പണി തീരും. ഇല്ലെങ്കിൽ ഈ ചെറിയ വഴി കൂടെ തിരക്കിനിടയിൽ കൂടെ നമ്മുടെ വണ്ടിയും കൊണ്ട് വന്നാൽ ഭയങ്കര താമസമാണ്. ഈ സ്ഥലപ്പേര് ബെഡ്ഫോർഡ് എന്നാണ്. ബെഡ്ഫോർഡ് പണ്ടത്തെ ഒരു വണ്ടിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. അതൊക്കെ ബ്രിട്ടീഷുകാരിട്ട സ്ഥലപ്പേരുകളായിരിക്കും, ബെഡ്ഫോർഡ് എന്നൊക്കെ. കൂനൂർ ഹെഡ് പോസ്റ്റ് ഓഫീസ്. ഡോൾഫിനോസ് 9 കിലോമീറ്റർ. ലാംസ് റോക്ക് 6.5 കിലോമീറ്റർ. പഴയ ഒരു ലെഫ്റ്റ് ഹാൻഡ് ജീപ്പ് TDI. ക്രിസ്ത്യൻ മിഷൻ സർവീസ്. മോളിൽ കാട്ടുപോത്ത് നിൽപ്പുണ്ട്. ഒരെണ്ണേ ഉള്ളൂ. രണ്ടെണ്ണം. അവിടെയൊക്കെ ആൾക്കാർ ഫോട്ടോ എടുക്കാനും കയറി നിൽപ്പുണ്ട്. അതുകൊണ്ടോ ആ തേലിക്കകത്ത് ഉപദ്രവിക്കുകയല്ലതാ. റൈറ്റ് സൈഡിൽ താഴേക്ക് നോക്കിയേ, കോട. ഓ, ആ സൈഡ് ഫുള്ള് കോടമഞ്ഞ. ആ മലനിരകളൊന്നും കാണത്തുമല്ലോ നല്ലപോലെ. അങ്ങോട്ടെല്ലാം ഒത്തിരി മലനിരകളുള്ള, അവിടെ എല്ലാം മഞ്ഞായിപ്പോയി. ഈ താഴെയൊക്കെ നിൽപ്പുണ്ട് കേട്ടോ കാട്ടുപോത്ത്. അതെ, അവിടെ 2-3 നിൽപ്പുണ്ട്. അവിടെ എല്ലാം ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. നല്ല തണുപ്പുണ്ടല്ലേ? നല്ല തണുപ്പാ. ചെറിയ ചാറ്റമഴയുണ്ട്, ചെറുതായിട്ട് ചേർന്നുണ്ട്. സിംസ് പാർക്ക് കൂനൂർ. സിംസ് പാർക്ക് ഇവിടുത്തെ ഒരു ഗാർഡനാ, ബൊട്ടാണിക്കൽ ഗാർഡനാ. ബ്രിട്ടീഷുകാരുടെ കാലത്തോട്ടുള്ള. അതെ, 1874 ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച ഒരു ഗാർഡനാണ്. ഇതിപ്പോ നമ്മൾ വനത്തിനകത്തോടെ തന്നെയാണല്ലോ. ലാംസ് റോക്ക്, കറാഞ്ചി, അഡർലി, ഡോൾഫിനോസ് 6 കിലോമീറ്റർ. അതെല്ലാം മാഞ്ഞു പോയി. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, ലാംസ് റോക്ക് വ്യൂ പോയിന്റ്, 2 കിലോമീറ്റർ. റൈറ്റിലേക്ക് പോകണമായിരുന്നു. വ്യൂ പോയിന്റിലൊക്കെ കോടമഞ്ഞാണെങ്കിൽ ഒന്നും കാണാൻ പറ്റിയല്ല. നോക്കാം. ക്യാമറയൊക്കെ കുളന്തെടുത്തോണ്ട് വരുന്നത്. ഇവിടെ തൂക്കും, ഓരോരുത്തരും കൊണ്ടുവരുന്നത് തൂക്കി അവിടെ ഇട്ടിട്ട് വേറെ ചാക്കിനകത്ത് നിറച്ച് കൊണ്ടുപോകുന്നത്. ചെറിയൊരു വെള്ളച്ചാട്ടം, വെള്ളമില്ല. ഇപ്പം നമ്മളിത് കറാഞ്ചിയിലെത്തി. കറാഞ്ചി ഇവിടെ കറൻസി എന്നാണല്ലോ. ഇവിടെ കറൻസി എന്നുമുണ്ട്. കറാഞ്ചി എന്ന് എഴുതിയേക്കുന്നത് തമിഴിൽ. ആദ്യം പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ ഓർത്ത് കറാച്ചിയാണോ എന്ന്. വഴിയെല്ലാം മാറിപ്പോയോ. അതെ, ടൂറിസ്റ്റുകളുണ്ട് ഇഷ്ടംപോലെ. പിന്നെ ഈ വർക്കിംഗ് ഡേയിലായതുകൊണ്ട് വലിയ കുഴപ്പമില്ല, വലിയ തിരക്കില്ല. ഈ റൈറ്റ് സൈഡിലോട്ട് നോക്കിയേ, നല്ല കോടമഞ്ഞ. അവിടെ മഞ്ഞ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും കാണാനില്ല. മഞ്ഞ് കാണാലോ. മഞ്ഞ് കാണാം. ലേഡി കാനിങ് സീറ്റ്. അതെന്താ സ്ഥലപ്പേരാ? പക്ഷി. ഇതൊക്കെ ബ്രിട്ടീഷുകാരിട്ട സ്ഥലപ്പേരുകളല്ലേ? പിന്നെ ഇതെല്ലാം ഇട്ടത്. തേയിലത്തോട്ടത്തിലെ പണിക്കാരൊക്കെ ഒന്ന് പണിയുമ്പോഴേ കേട്ടോ, ഇവിടെയൊക്കെ കാട്ടുപോത്തൊക്കെ അടുത്ത് വന്നാലേ കാണത്തുള്ളല്ലോ ഇത്. അല്ല, ഇവർക്ക് പേടിയൊന്നും ഇല്ലായിരിക്കും അല്ലേ? അത് തന്നെ അല്ല, അതങ്ങനെ ഉപദ്രവകാരി അല്ല എന്നൊക്കെ അല്ലേ പറയുന്നത്. നമ്മളീടെ പുല്ലുപാറയ്ക്ക് അല്ല, കുട്ടിക്കാനവും പാഞ്ചാലിമേടും ഒക്കെ പോയ പോലെ തന്നെ അതേ അവസ്ഥയാണ്. കരടിയൊക്കെ വന്നാൽ നമ്മളൊന്നും ചെയ്യണ്ട, അവർ ചെയ്തിട്ട് പോയിക്കോളും. അതെ. അപ്പോൾ ഇവിടെ വ്യൂ പോയിന്റിലേക്ക് എത്തുമ്പോൾ ഇവിടെ ഒരു എൻട്രി ഫീ ഉണ്ട്, 50 രൂപ. ഇങ്ങോട്ട് മിനി ബസ്സുകളൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. മിനി ബസ്സും ട്രാവലറും. വലിയ വണ്ടികളില്ല. അപ്പോൾ നമ്മൾ ഏകദേശം വ്യൂ പോയിന്റിലെത്തി. പക്ഷേ ഒന്നും കാണത്തില്ല, കോട മഞ്ഞ് മാത്രം. ഡോൾഫിൻസ് നോസ്, എങ്ങും പുക മാത്രം. അപ്പം നമ്മുടെ ഈ റോഡ് ഇവിടെ വരെ ഉള്ളൂ, ഇവിടം കൊണ്ട് തീരുക. ഡോൾഫിൻ നോസിലെത്തി തീരുകയാണ് റോഡ്. അപ്പോൾ വ്യൂ പോയിന്റിലേക്ക് കുറച്ച് ദൂരം നടക്കണം, നമുക്ക് പോയി നോക്കിയിട്ട് വരാം. വെൽക്കം ടു ഡോൾഫിൻ നോസ്. അപ്പോൾ ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്, ടിക്കറ്റ് എടുക്കണം. പൊന്നുകുട്ടി ടിക്കറ്റ് എടുക്കുന്നുണ്ട്. അല്ല, അടവിന് 40 രൂപ, കുട്ടികൾക്ക് 20 രൂപ. കുരങ്ങന്മാരുണ്ട് കേട്ടോ, ഇന്നലത്തെ പോലെ നോക്കിക്കോ. ഇതിലേ അങ്ങോട്ട് പോവാ, ഇപ്പുറത്തൂടെ കറങ്ങി ഈ സൈഡിൽ കൂടെ റൈറ്റ് സൈഡിൽ കൂടെ വരിക. തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, നീലഗിരീസ് ഫോറസ്റ്റ് ഡിവിഷൻ. ഇവിടുത്തെ ഈ വ്യൂ പോയിന്റ് എന്ന് പറയുന്നാലേ അവിടുന്ന് അവിടെ ടിക്കറ്റ് കൗണ്ടറിൽ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഇവിടെ വരും. ഇത്രേ ഉള്ളൂ, ശകലേ ഉള്ളൂ. ഇവിടെ നിന്ന് നോക്കിയാൽ കൂനൂർ ടൗൺ എല്ലാം കാണാം. പക്ഷെ ഇപ്പം കാണത്തില്ല ഒന്നും, ഇപ്പം മഞ്ഞ് മാത്രം കാണാം. ഇതിന് താഴോട്ട് ഭയങ്കര കൊക്കയായതുണ്ടോ, ഇതൊരു പാറ, ഈ പാറയുടെ മുകളിലാണ് ഈ നിൽക്കുന്നത് ഉണ്ടാക്കിയേക്കുന്നത്. ഉണ്ടോ, താഴേക്കൊന്നും കാണത്തില്ല, മഞ്ഞ് മാത്രം. ആകാശം ഏതാ ഭൂമി ഏതാന്ന് അറിയത്തില്ല. അതെ, ആകാശം താഴോട്ട് ഇറങ്ങി വന്ന പോലെ. മോളിൽ കുറച്ച് കുരങ്ങന്മാരും വരയാടും ഒക്കെ നിൽപ്പുണ്ട്. കുരങ്ങന്മാരെ ഒറിജിനലാണ് കേട്ടോ, വരയാട് ഉണ്ടാക്കി, അത് ഞാൻ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. പക്ഷെ അതിൻ്റെ ആ കൊമ്പെല്ലാം പോയല്ലോ, ചെവിയൊക്കെ അടന്നു പോയി. താഴേക്ക് എന്നാ തൂക്ക് കുഴിയാന്ന് നോക്കി, ഭയങ്കര കുഴിയാ താഴേക്ക്. മഞ്ഞായതുകൊണ്ട് ഒന്നും കാണത്തില്ല.
അവിടെ മഞ്ഞ് മാറുന്നുണ്ട്, അതുകൊണ്ട് ഒരു റോഡ് കണ്ടോ? അവിടെ റോഡ് കാണാം. അതെ, ഒരു സൈഡിൽ നിന്ന് പതുക്കെ മഞ്ഞ് മാറുന്നുണ്ട്, മഞ്ഞ് കയറി വരുന്നുണ്ട്. മാറുമല്ല, അങ്ങോട്ട് കയറി വരിക അവിടെ കൂടെ. അതുകൊണ്ട് ആ താഴെക്കൂടെ ഇപ്പോൾ റോഡൊക്കെ കാണാം. പക്ഷെ നമ്മൾ കയറി വന്ന വഴിയൊന്നുമല്ല കേട്ടോ, നമ്മൾ വേറെ വഴിക്കാണ് വന്നത്, വേറെ സൈഡിൽ കൂടെ വന്നത്. തമിഴ്നാട് ഗവൺമെൻറ് ആക്കിയാലും ടൂറിസത്തെ നല്ലപോലെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് പണിതാ. നല്ല അടിപൊളി വാഷ്റൂം, എല്ലാ സ്ഥലങ്ങളും നല്ല നീറ്റ്, വേസ്റ്റ് ഒന്നും വഴിയിലൊന്നും ഇല്ലാതെ. അങ്ങനെ വേസ്റ്റ് ഒന്നും കണ്ടില്ല. ഇതുണ്ടോ, ആ മരം വെട്ടാതെയാണ് ആ വാഷ്റൂമിൻ്റെ ബിൽഡിങ് പണിതേക്കുന്നത്. കണ്ടോ, കൊള്ളാം അല്ലേ ഇത്? മരം ഒരു വരം. അതൊന്നും നമ്മുടെ അവിടെയൊന്നും അത്രയൊന്നും മരത്തിനെ സംരക്ഷിക്കുന്നില്ല. അന്നേരം ഇപ്പോൾ ചോടെ മറിച്ചേക്ക്. പക്ഷെ ഇവിടെ മരമൊന്നും അങ്ങനെ വെട്ടിക്കളയില്ല. ഭയങ്കരമായിട്ട് ഇവർ മരവും നട്ടു വളർത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അച്ഛനും അമ്മയും മക്കളും കേട്ടോ. ടിൻസാണോ? ടിൻസാന്ന് തോന്നുന്നു. ഇതെല്ലാം മസാലകളാണ്. ഇങ്ങോട്ട് നോക്കിയ സ്റ്റോൺ ഫ്ലോർ ഉണ്ട്. നമ്മളന്ന് മേഘാലയ ഇനി ഈ വണ്ടി എങ്ങനെ നമ്മുടെ തിരിച്ചെടുത്തോണ്ടോ? ഇവിടെ നിറയെ വണ്ടികളായി. കാര്യങ്ങൾ ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്തു. വണ്ടി മുന്നോട്ട് കയറ്റിയിട്ടെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് മാറ്റിയിട്ടാക്കിയാലും നന്നായി. കാരവൻ കൊണ്ട് ഇതിൽ വരാൻ അപ്പം നമ്മളിതേ കുറച്ച് മുകളിലോട്ട് കയറി വന്നു. കയറി വന്നപ്പോൾ ഇതേ ഈ ഏരിയയിൽ കോടമഞ്ഞ് കുറവുണ്ട്. അങ്ങ് അകലെ കാണുന്നത് കണ്ടോ, അത് മേട്ടുപ്പാളയം കോയമ്പത്തൂരൊക്കെ ആയിരിക്കും. മേട്ടുപ്പാളയം ആയിരിക്കും മിക്കവാറും. അവിടെ ഇവിടെ നിന്ന് നല്ലപോലെ വ്യൂ കാണാം കേട്ടോ. അതേ കാട്ടുപോത്ത് നിൽക്കുന്നു. അതെ, അവിടെ ഒരു 10-30 എണ്ണം നിൽപ്പുണ്ട്. അവരെ നമ്മളങ്ങോട്ട് ക്യാമറ ഒക്കെ എടുക്കുന്നുണ്ട്, നോക്കി നിൽക്കുന്നുണ്ടോ എല്ലാവരും. ആ സൈഡിലൊക്കെ ഇച്ചിരി മഞ്ഞ് മാറി തെളിഞ്ഞു. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ പൊന്നുകുട്ടി. പൊന്നുകുട്ടി അറിഞ്ഞില്ല, ഒരു സർപ്രൈസ് ആയിരുന്നു. ആദ്യം ഇളയമൊക്കെ കൊടുത്തിട്ടുള്ള കാര്യമുള്ളൂ. പിന്നെ മൂത്ത മോള ഇതിനകത്ത് ഇത് അങ്കിളിന് കൊടുത്തില്ല. അതെ, അങ്കിൾ അങ്കിളിന് വലിയ പീസ്. ആകാശ് അങ്കിൾ അങ്കിൾ വലിയ പീസ് അങ്കിളിന്. ഇതും ഒരു വ്യൂ പോയിന്റ് ആണെന്ന് പറയാം. ഇവിടെ വന്നാലും നല്ല കാഴ്ചകളാണ് താഴേക്ക് നോക്കിയാൽ. അവിടുന്ന് കുറച്ചുകൂടെ നമ്മൾ മുകളിലേക്ക് കയറിപ്പോന്നു. ഇതാണ്, ഇതെല്ലാം എസ്റ്റേറ്റ് ലയങ്ങളാണ്, തൊഴിലാളികൾ താമസിക്കുന്ന വീടുകൾ. ഇവിടെയൊക്കെ ചില സമയത്ത് ക്ലൗഡ് ബെഡ് ഉണ്ട്, മേഘങ്ങളിങ്ങനെ മെത്ത വിരിച്ച പോലെ. ഇപ്പം കണ്ടോ, മേട്ടുപ്പാളയൊന്നും നല്ലപോലെ കാണത്തില്ല. അവിടോട്ടും കോട കയറി മൂടി കുറച്ച്. ഇങ്ങോട്ട് നോക്കി, ഇവിടെയും താഴെ കുറേ കാട്ടുപോത്തുകൾ നിൽപ്പുണ്ട്. കണ്ടില്ലേ, അവരാ കൊളുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഈ കാട്ടുപോത്തെല്ലാം നിൽക്കുന്നത്. ഒരു പ്രശ്നമില്ല, അവരവരുടെ പണി ചെയ്യുന്നു, ഇവരുടെ പണി ചെയ്യുന്നു. അതെ, പണ്ടത്തെ 2-3 വണ്ടികളുണ്ടോ, ഇത് കുതിര വലിക്കുന്ന വണ്ടികളായിരുന്നു. തിരിച്ച് നമ്മൾ ബെഡ്ഫോർഡ് എത്തി. ബെഡ്ഫോർഡ് ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് കൂനൂർ. ടെലിഫോൺ എക്സ്ചേഞ്ച് കൂനൂർ. കോടനാട് വ്യൂ പോയിന്റ് 37 കിലോമീറ്റർ ഇവിടുന്ന്. കോത്തഗിരി 19. മദ്രാസ് റെജിമെൻ്റൽ സെൻറ്റർ. അപ്പോൾ അതെ, ഇതാണ് നമ്മൾ മുമ്പേ പറഞ്ഞ സിംസ് പാർക്ക്, ബൊട്ടാണിക്കൽ ഗാർഡനാണ്. റൈറ്റിലേക്കാണ് കോത്തഗിരി റോഡ്. വെല്ലിംഗ്ടണിലേക്കാണ് ഈ പോകുന്നത്. ആ കാണുന്ന എല്ലാം കൂനൂരിൻ്റെ ഭാഗങ്ങളാണ്. കൻ്റോൺമെൻറ്റ് ബോർഡ്, ദ ഡിഫൻസ് സർവീസ് സ്റ്റാഫ് കോളേജ്, രാജരാജ ചോളൻ ദ്വാർ. ഇത് ഗോൾഫ് കളിക്കുന്ന ഏരിയ. ഇത് വെല്ലിംഗ്ടൺ ജിംഖാന ക്ലബ്ബ്. വീർ മദ്രാസി, വെല്ലിംഗ്ടൺ കൻ്റോൺമെൻറ്റ് ബോർഡ്. ഇന്ത്യൻ ആർംഡ് ഫോഴ്സ്, മോസ്റ്റ് ട്രസ്റ്റഡ് ആൻഡ് റെസ്പെക്റ്റഡ് ബൈ അവർ കൺട്രിമെൻ. മിലിറ്ററി കൻ്റോൺമെൻറ്റ് ഏരിയ ഇവിടെ എല്ലാം. വാർ മെമ്മോറിയൽ ഓഫ് ദ മദ്രാസ് റെജിമെൻറ്റ്. അവിടെ ഒരു വിമാനമൊക്കെ വെച്ചിട്ടുണ്ട്. മെമ്മോറിയൽ വ്യൂ, വാർ മെമ്മോറിയൽ ഉണ്ട് ഇവിടെ കേട്ടോ. ഇവിടെയോ? ഈ ഇന്ത്യൻ ആർമിയിലെ ഏറ്റവും ഓൾഡസ്റ്റ് റെജിമെൻ്റ് ആണ് മദ്രാസ് റെജിമെൻറ്റ്. അതിനല്ല, മദ്രാസ് റെജിമെൻറ്റിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇവിടെ വെല്ലിംഗ്ടണിലാണ്. അതല്ലേ, ഇത് മദ്രാസ് ഹൗസ്, ദ മദ്രാസ് റെജിമെൻ്റൽ സെൻറ്റർ. ഇത് മദ്രാസ് റെജിമെൻറ്റ് മ്യൂസിയം. റെഡി ടു ബാറ്റിൽ ടു മേക്ക് പീസ്.
ഡെഡിക്കേറ്റഡ് ടു ദ ഫൈറ്റിംഗ് സ്പിരിറ്റ് ഓഫ് മദ്രാസ് സോൾജേഴ്സ്. തമ്പി സോൾജിയർ പാർക്ക്. പണ്ട് കാലത്ത് ആനപ്പടയും കുതിരപ്പടയൊക്കെ ഉണ്ടായിരുന്നു. കാലാൾപ്പട. ബ്രിട്ടീഷ് സൈനികരുടെ വിശ്രമത്തിനും പരിശീലനത്തിനും ഒക്കെ ആയിട്ടാണ് 1852 ഇവിടെ ഈ വില്ലിംഗ്ടണിൽ സൈനിക സ്ഥാപനങ്ങൾ നിർമ്മിച്ചത്. മിലിറ്ററി ഹോസ്പിറ്റൽ, കാഷ്വാലിറ്റി. ഈ സ്ഥലത്തിന് ബ്രിട്ടീഷുകാരാണ് വെല്ലിംഗ്ടൺ എന്ന് പേര് നൽകിയത്. അത് പേര് കേൾക്കുമ്പോഴേ അറിയത്തില്ലേ? ആ, അതുകൊണ്ടോ ഒരു ടാങ്ക് ഇരിക്കുന്നത് റൈറ്റ് സൈഡിൽ. തങ്കരാജ് സ്റ്റേഡിയം. വെല്ലിംഗ്ടണിലെ 2 പ്രധാന സൈനിക സ്ഥാപനങ്ങളാണ് മദ്രാസ് റെജിമെൻ്റൽ സെൻറ്ററും ഡിഫൻസ് സർവീസസ് സ്റ്റാഫ് കോളേജും. താങ്ക്സ് വെല്ലിംഗ്ടൺ കൻ്റോൺമെൻറ്റ്. തിരിച്ച് നമ്മൾ കൂനൂരെത്തി. കൂനൂർ റെയിൽവേ സ്റ്റേഷനായത്. ഇപ്പോൾ ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു. ഒരു ട്രെയിൻ വന്നിട്ടുണ്ട് കേട്ടോ. നോക്കിയിട്ട് പോവാം. നമ്മളെ ഡാർജിലിംഗിൽ കണ്ട ട്രെയിൻ പോലെ അല്ല ഇത്. ഇതിന് വ്യത്യാസമുണ്ട്. ആ, അതെ. കാണാനും വ്യത്യാസമുണ്ട് അല്ലേ? അപ്പൊ ഇതിന് ഇപ്പൊ ഇവിടുന്ന് മേട്ടുപ്പാളയത്തിന് പോവാ. മേട്ടുപ്പാളയത്തേക്ക് പോന്നാ? ആ, ഇവിടുന്ന് മേട്ടുപ്പാളയത്തിനും അവിടുന്ന് മേട്ടുപ്പാളയത്തിന് കൂണൂര്. ഈ വഴി വരെ സ്റ്റീം എഞ്ചിൻ ഉള്ളൂ. ഇവിടുന്ന് വേറെ റൂട്ടിലില്ല. അയ്യോ, എന്നാ പുകയാന്ന് നോക്കിയേ. ആ, സ്റ്റീം ആവി വറക്കുന്നു. ആവി. ആ, പതുക്കെ പോകുന്നു. ഭയങ്കര പതുക്കെ പോന്നെ. ഇത് ഫസ്റ്റ് ക്ലാസ്. ഇതാണ് ഫസ്റ്റ് ക്ലാസ്. ഫസ്റ്റ് ക്ലാസ്സിന് 310 രൂപ ടിക്കറ്റ് ചാർജ്. ഇവിടുന്ന് മേട്ടുപ്പാളയം. അല്ല, മേട്ടുപ്പാളയം ഊട്ടി വരെ ആയിരിക്കും. മേട്ടുപ്പാളയം ഊട്ടി വരാൻ തോന്നുന്നു. അവിടെ ചാർജ് ചെയ്ത് വെച്ചാൽ എന്നാൽ ഫുൾ റൂട്ടായിരിക്കും. മേട്ടുപ്പാളയം ടു ഊട്ടിയാണ് ഈ ലൈൻ ഓടുന്നത്. ഓ, ആ വിസിലടിക്കുമ്പോൾ അടുത്ത് നിൽക്കണം, ചെവി അടിച്ചു. ഇതൊക്കെ ഓണ് കിട്ടുമായിരുന്നു, നമുക്ക് വണ്ടിയെ പിടിപ്പിക്കാമായിരുന്നു. എന്താണെങ്കിലും നമ്മൾ അവിടെ പോയിച്ച് കറക്റ്റ് ടൈമിലാണ് വന്നത്. കറക്റ്റ് സമയം. കാറിൽ നിന്ന് ഇറങ്ങി ഓടിയോ ഇവിടെ വന്ന്. അപ്പം ഞങ്ങളത് ട്രെയിൻ ഇങ്ങോട്ട് വരുന്നത് കാണാൻ വേണ്ടി വന്ന പാളത്തിലെത്തി. അപ്പം ഇതുണ്ടോ, ഇതാണ് റാക്ക് ആൻഡ് പിനിയൻ ടെക്നോളജി. ഇതേപോലെ രാവിലെ കാണിച്ചായിരുന്നല്ലോ, അതിൻ്റെ അടിയിൽ ട്രെയിനിൻ്റെ അടിയിൽ ഒരു സംഭവം ഉണ്ട്. അത് ഇതിനകത്ത് പിടിച്ചാണ് ഇറങ്ങി പോകുന്ന കയറി വരുന്നു. അപ്പോൾ അതേ ട്രെയിൻ പതുക്കെ വരുന്നുണ്ട്. പതുക്കെ ഈ നടുവേ ഉള്ള ആ പൽചക്രത്തെ പിടിച്ച് പതുക്കെ ഇറങ്ങി വരുന്നത്. അല്ല, ഈ ഇറങ്ങി പോയതുകൊണ്ട് ആവി കുറവാണ്. കയറി വരുവാണെങ്കിൽ നല്ല ആവി. എഞ്ചിൻ അധികം ലോഡ് എടുക്കണ്ടല്ലോ, അതുകൊണ്ട് ആവിയില്ലാതെ. സ്റ്റാർട്ട് ചെയ്തപ്പോ കാണണമായിരുന്നു. നല്ല ഒരാളെ കണ്ടോ നിങ്ങൾ എവിടെ ഇതിന് ഇവ മേട്ടുപ്പാളയത്തിന് പോയിട്ട് വരുവാണോ? വീഡിയോ എടുക്കാൻ പോയാണോ? ആരും കാണുകയല്ലായിരുന്നല്ലോ, ചാടിയതൊക്കെ കയറി പൊക്കോളാമല്ലായിരുന്നോ? അവര് കേട്ടില്ല. നീൽഗിരി കുന്നുകളുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് മേട്ടുപ്പാളയത്ത് നിന്ന് ഊട്ടിയിലേക്കുള്ള യാത്ര നല്ല അടിപൊളിയായിരിക്കും. അങ്ങോട്ട് ഇറങ്ങി പോകുന്നില്ല, ഇങ്ങോട്ട് വരുന്നതായിരിക്കും. എന്നാ അറിയാം, അന്നേരം കുറേ പുക ആവിയൊക്കെ അടിക്കണം, എന്നാലും നല്ലതായിരിക്കും കാഴ്ചക്ക്. ഇനി ഒരു ദിവസം നമുക്ക് മേട്ടുപ്പാളയത്ത് ഒന്ന് അങ്ങനെ ഒന്നും ചെയ്തേക്കാം. നവംബർ ഡിസംബർ ഒക്കെ വരുന്നതാണ് നല്ല തണുപ്പുള്ള സമയം. ഡിസംബർ ജനുവരി. അപ്പം 4-5 ദിവസത്തെ ഊട്ടിയിലെ കറക്കമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിന്ന് തിരിച്ച് നാട് വിടുകയാണ്. ഊട്ടിയിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ 4-5 ദിവസമായിട്ട് നമ്മുടെ കൂടെ സാം ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരി സ്ഥലങ്ങളൊക്കെ, ഞങ്ങൾക്ക് അറിയത്തില്ലാത്ത സ്ഥലങ്ങളിലൂടെയൊക്കെ പോകാൻ പറ്റി. അതുപോലെ സാമിൻ്റെ ചേച്ചി ഉണ്ടായിരുന്നു. അതെ, ചേച്ചി 2-3 ദിവസം ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു അല്ലേ? അപ്പം സാമ് വണ്ടി കൊണ്ട് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മുടെ കാരവൻ പോകാത്തടത്തൂടെയൊക്കെ ഇറങ്ങി പോകാൻ പറ്റി. അല്ലെങ്കിൽ പിന്നെ ഇന്നൊക്കെ ആണെങ്കിൽ ഇവിടെ കൊണ്ട് വേണ്ടിയിട്ടല്ലേ നമ്മൾ അതിലേക്ക് പോയത്. എല്ലായിടത്തും ഈ വണ്ടി കൊണ്ട് പോക്ക് നടക്കുമല്ലോ. അപ്പോൾ ഞങ്ങൾ ഇനിയും വരുന്നുണ്ട് കേട്ടോ. ഇനി എന്തായാലും വരണം. ഇനി നമ്മൾ കുറേ സ്ഥലങ്ങളുണ്ട്. അതെ, സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. ഒരു വർഷം ഇവിടെ നിന്നെങ്കിലും അത്ര സ്ഥലങ്ങളുണ്ട്. അത്ര ഉണ്ട്. അപ്പം ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാരവണ്ടി
സ്റ്റാലിയൻ റെഡിയായി കഴിയുമ്പോൾ അതും കൊണ്ട് വരാം. അതാണെങ്കിൽ ഇച്ചിരി നല്ലതായിരിക്കും. അങ്ങനെ ക്യാമ്പിങ്ങും ഓഫ് റോഡിങ്ങും അതെ, എല്ലാം സെറ്റാണ്. ഒരു മാസം കൊണ്ട് തീരെയല്ല, അതിന് മാത്രമുള്ള സ്ഥലമുണ്ട് അല്ലേ. ഊട്ടിയുടെ ചുറ്റുവട്ടത്തായിട്ട് തന്നെ എല്ലാം ഒരു 10, 30, 40 കിലോമീറ്ററിനകത്ത് ഊട്ടിയുടെ ചുറ്റുവട്ടത്ത് എന്തേലും സ്ഥലങ്ങളുണ്ട് കാണാൻ പറ്റുന്നത്. എല്ലാം നല്ല അടിപൊളി സ്ഥലങ്ങൾ. അതെ, അപ്പോൾ അത് ഇനിയിപ്പം നമുക്ക് അടുത്തൊരു ട്രിപ്പ്, ഏതെങ്കിലും ഒരു ലോറി ട്രിപ്പ് കഴിഞ്ഞിട്ട് വരുമ്പോൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരാം. എന്തായാലും ഇനിയും വരണം. പിന്നെ ഏട്ടനെ കണ്ടല്ലോ, ചേച്ചിനെ കണ്ടല്ലോ, എല്ലാവരും. മുത്തു പിന്നെ നല്ല അടിപൊളിയായിട്ട് വണ്ടി ഓടിച്ചു. ഷോളൂർ അവിടെയൊക്കെ വണ്ടി ആക്ച്വലി ഇതുവരെ അങ്ങനെ വണ്ടിയൊന്നും പോവാത്ത സ്ഥലമാണ്. അവിടെ അത് രാത്രിക്ക് ഇറങ്ങിപ്പോയി, രാത്രി ഇറങ്ങി ഡൗട്ട് ഉണ്ടായിരുന്നു വണ്ടി ഇറങ്ങുമെന്ന്. അവിടുത്തെ ആൾക്കാർ തന്നെ നിർത്തിയിട്ട് ഈ വണ്ടി പോകില്ല എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തും കൂടി വണ്ടി ഓടിച്ചു. അതൊക്കെ ഒരു പ്രത്യേക അനുഭവമായിരുന്നു. അപ്പൊ വീട്ടിലെല്ലാരോടും, അമ്മയോടും കരോളിനോടും എല്ലാരോടും അന്വേഷണം പറയണം എന്തായാലും. അപ്പം ഇറങ്ങാം. അപ്പം വീണ്ടും സന്ധിക്കും വരെ വണക്കം. താങ്ക് യു. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങളുടെ കൂടെ കാരവൻ ലൈഫ് എന്താന്ന് നമ്മൾക്ക് അറിയാൻ പറ്റും. ആ ചേച്ചിക്കും പറ്റി. 2 ദിവസം കരോളിനും കൂടെ ഉണ്ടായിരുന്നുണ്ട്. അതൊരു പ്രതീക്ഷിക്കാതുള്ള ഒരു ഇതല്ലായിരുന്നു. നന്ദിയുണ്ടേ. അപ്പോൾ നമുക്കിനി കൂനൂരിൽ നിന്നും മലയിറങ്ങി മേട്ടുപ്പാളയം വഴി നാട്ടിലേക്ക് പോകാം. അപ്പോൾ നാട്ടിലേക്കുള്ള യാത്രയുടെ കാഴ്ചകളൊക്കെ ആയിരുന്നു. നമുക്ക് വീണ്ടും കാണാം.